ജി സുധാകരൻ CPIM-ന്റെ മുതിർന്ന നേതാവ്, അദ്ദേഹം ഇതാ BJP-യിലേക്ക് പോകുന്നു, അദ്ദേഹം ഇതാ കോൺഗ്രസിലേക്ക് പോകുന്നു. ഇതായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങളിലെ വലിയ ചർച്ച. പകൽ ചർച്ചയും അന്തിച്ചർച്ചയും നടന്നു. അന്ന് പ്രസ് TV പറഞ്ഞിരുന്നു, പുതുതലമുറ മാധ്യമങ്ങൾക്ക് ജി സുധാകരൻ ആരാണ് എന്ന് അറിയില്ല എന്ന്. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത്. കൊച്ചിയിൽ നടന്ന രാജ്യാന്തര പുസ്തകമേളയിൽ അദ്ദേഹം സംസാരിച്ചു. അവിടെ അവതാരകൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഈ രണ്ട് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ജി ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യം, ജി ഗോപാലകൃഷ്ണൻ കെ സുധാകരനെ സന്ദർശിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതോടൊപ്പം KC വേണുഗോപാലിൻ്റെ സന്ദർശനം, ഇത് രണ്ടും വെച്ച് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ച മാധ്യമങ്ങൾ ഇവർക്ക് കൃത്യം മറുപടി കൊടുത്തു ജി സുധാകരൻ. ജി സുധാകരൻ എന്താണ്, ആരാണ്, ജി സുധാകരൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ. പുതുതലമുറ മാധ്യമപ്രവർത്തകർ രണ്ട് വട്ടം ഇതൊന്ന് കേൾക്കണം. പെട്ടെന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നത്, അങ്ങയെ കാണാൻ KC വേണുഗോപാൽ വരുന്നു, അങ്ങയുടെ മനസ്സ് പകുതി BJP-യോടൊപ്പമാണെന്ന് BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടായി വന്നത്? ഞാനാണോ സമാനം പറയേണ്ടത്? ഞാൻ നിരപരാധിയല്ല. ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞു? ഗോപാലകൃഷ്ണന്റെ മനസ്സ് പകുതി മാർക്സിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അയാളുടെ ഭാര്യയുടെ മനസ്സ് മാർക്സിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. വീട്ടിലിരിക്കുന്ന എൻ്റെ ഭാര്യയെ പറ്റി വല്ല പറയുക. എൻ്റെ ഭാര്യയുടെ മനസ്സ് അയാൾ എങ്ങനെ അറിയും? ഇപ്പൊ ഗോപാലകൃഷ്ണ മാത്രമേ അങ്ങനെ പറയുള്ളൂ കേരളത്തിൽ. അങ്ങേ വന്ന് കണ്ടു എന്നാ പറഞ്ഞേ. KC വേണുഗോപാലും കണ്ടു, ഗോപാലകൃഷ്ണനും കണ്ടിരുന്നു എന്ന് പറഞ്ഞു. എന്താ കണ്ടാൽ എന്താ കുഴപ്പം? ഇവിടെ അല്ല, വളരെ പെട്ടെന്നാണല്ലോ ഇവര് KC വേണുഗോപാലൊക്കെ വരുന്നത്. പെട്ടെന്നല്ല, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇതിനു മുമ്പും വരാറുണ്ട്. എന്താ വന്നാല് എനിക്ക് അയാളുമായിട്ട് 10-9 വർഷത്തെ പരിചയമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൽ കേരളയിൽ സിൻഡിക്കേറ്റ് മെമ്പറായിരിക്കും, പുള്ളി സെനറ്റർ മെമ്പറാണ്, വിദ്യാർത്ഥി പ്രതിനിധിയാണ്, KSUവിൻ്റെ പ്രസിഡന്റാണ്. അയാൾ അസംബ്ലിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ മിനിസ്റ്റർ, ഞാൻ MLA ആയിരിക്കും, പുള്ളി മിനിസ്റ്റർ. പിന്നെ ഇപ്പോൾ പാർലമെന്റിലേക്ക് പോയി. ആലപ്പുഴക്കാരനാണ്, ആലപ്പുഴയാണല്ലോ ഇപ്പോൾ. അതെ, അത് പിന്നെ പരിചയമില്ലാതിരിക്കാൻ എന്താ കാര്യം? ഈ പൊതുജീവിതത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തമ്മിൽ കാണുന്നത് ദുരുദ്ദേശപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശമുള്ളൂ. അങ്ങനെ 62 വർഷമായിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് വല്ലതും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. വന്നു, അനന്ത വന്നുകൊണ്ട് അയാള് എൻ്റെ അസുഖമൊക്കെ കഴിഞ്ഞു മാറി എന്നെ ഒന്ന് കാണാൻ വന്നതേ ഉള്ളൂ. അയാൾ പോവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഞാൻ അയാളോടാണ് ആകെ ഒരു രാഷ്ട്രീയം പറഞ്ഞത്. അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് തെറ്റാണെന്ന് കോൺഗ്രസ് പരസ്യമായി പറയാത്ത കാലത്തോളം കോൺഗ്രസ് ഇന്ത്യയിൽ ഇനി അധികാരത്തിൽ വരുത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം BJP അത് ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഏകാധിപത്യത്തെ പറ്റി പറയാൻ അവകാശമില്ല. അതൊന്നും വേണ്ടിയില്ല. ഇതാണ് ആകെ കൂടി പറഞ്ഞ ഒരു രാഷ്ട്രീയം. അത് KCയോട് പറഞ്ഞു. KCയോട് പറയണമല്ലോ. ഒരു 5 മിനിറ്റ് കിട്ടിയപ്പോൾ അത് പറഞ്ഞു. അല്ല, ഞാൻ KCയെ CPM-ലേക്ക് ക്ഷണിച്ചില്ല. അയാൾ എന്നെ ഒരിക്കലും കോൺഗ്രസിലേക്ക് ക്ഷണിക്കത്തുമില്ല. അത്ര മണ്ഡലമൊന്നുമില്ല അയാൾ. പിന്നെ ഗോപാലകൃഷ്ണൻ വന്നു. അങ്ങ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. 1 വർഷം മുമ്പ് എന്തോ ഒരു ആവശ്യം വന്നതാണ്, ബിഫോർ 1 ഇയർ. ഈയിടെ വന്നല്ലേ പറഞ്ഞത്? ആ പത്രവാർത്ത നോക്കാം, ഈയിടെ വന്നത്. അതെ, അതിനങ്ങനെ പറഞ്ഞു. അതെന്ത് ഉത്തരവ്? പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അല്ലേ, എന്തിനങ്ങനെ പറഞ്ഞു? ഞാനൊന്നും മിണ്ടിയില്ലല്ലോ, ഞാനൊന്നും പ്രതികരിച്ചിരുന്നത് എൻ്റെ മാന്യത. രണ്ടാമത് എൻ്റെ വൈഫുമായിട്ട് 1 മണിക്കൂർ സംസാരിച്ചത് എന്തുവാ? എൻ്റെ വൈഫ് അങ്ങനെ 1 മണിക്കൂറായിട്ട് വെളിയിൽ നിന്ന് വരുന്ന ആരോടും സംസാരിക്കാറില്ല. അവർ കോളേജിൽ പഠിക്കുന്ന കാലത്ത് SFIയുടെ പ്രവർത്തകയായിരുന്നു. പഠിച്ച അതേ ST കോളേജിൽ ജോലി കിട്ടി. അവരുടെ അച്ഛൻ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോമേഴ്സിന്റെ ഹെഡായിരുന്നു. അവരവിടെ അതേ ഡിപ്പാർട്ട്മെന്റ് ഹെഡായി റിട്ടയർ ചെയ്തിട്ടിപ്പോൾ കുറച്ച് വർഷമായി വീട്ടിലപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പലരും വരുന്നു. വർഷം വന്നു പോയി. അദ്ദേഹം ഒരു പുസ്തകം തരാമെന്നതാണ്. അതായത് അവരെന്തോ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച ആ കാലത്ത്. അവിടെ രാഷ്ട്രീയമാണല്ലോ. അപ്പോൾ എല്ലാ ജില്ലകളിലെയും അവർക്കൊരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽപ്പെട്ട അവർ പ്രമുഖരെന്ന് പറയുകയാണ്. ആ പ്രമുഖരോട് എന്നെയും പെടുത്തി എനിക്ക് ആ പുസ്തകം തരാമെന്നതാണ്. ആ പുസ്തകം വായിച്ചു, ഞാൻ വായിക്കുകയും ചെയ്തു. ഞാനത് എൻ്റെ ലൈബ്രറി വെച്ചിട്ടുണ്ട്. അയാളത് കഴിഞ്ഞ് പോവുകയും ചെയ്തു. ഇപ്പം ഇത് വന്നപ്പോൾ അദ്ദേഹം അതിലേക്ക് കയറി എടുത്ത് ചാടിയത് അവർക്ക്. ഇനി ഞാൻ ഏതെങ്കിലും BJP-ക്കാരനെ എന്നെ പഠിക്കാത്ത കയറ്റു? ഞാൻ കേട്ടത്തില്ല. ഒരു എൻ്റെ അയലത്തെല്ലാം BJP-ക്കാരാണ്. എൻ്റെ താമസിക്കുന്ന വാർഡ് മെമ്പർ BJP സ്ത്രീയാണ്. അവിടെ 50 വോട്ടിന് അവർ ജയിച്ചു ഭൂരിപക്ഷം. പഞ്ചായത്ത്
അതുകൊണ്ട് സ്റ്റാലിനുമായിട്ട് അദ്ദേഹം കണ്ടതൊരു തെറ്റായി. അപ്പോൾ ഓരോരോ സാഹചര്യങ്ങളിൽ അങ്ങനെ സത്യതാപരമായ രാഷ്ട്രീയമുള്ളവരും കാണാറുണ്ട്. ഓരോ ആവശ്യമായിരിക്കും. ഇതൊക്കെ ഒരു രാഷ്ട്രീയ വിശാല ബോധമുണ്ടെങ്കിലേ മനസ്സിലാവൂ. അല്ലാതെ ഇന്നത്തെ ഈ ഓപ്പൺ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയോളജിയോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ പ്രതിബദ്ധതയുണ്ടെന്ന് ഈ നാട്ടിലെ ജനത്തിന് വിശ്വാസമുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അതല്ല പകലെന്ന് പറയുകയും രാത്രി വേറൊന്ന് കാണിക്കുകയും ചെയ്യുന്ന കുറച്ചാളുണ്ടല്ലോ. ആ കൂട്ടത്തിൽ എന്നെ ആരും പെടുത്തിയിട്ടില്ല, ശത്രുക്കൾ പോലും പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും പേടിക്കണം. ജി സുധാകരന്റെ വാക്കുകളാണ്. രൂക്ഷമായി വിമർശിക്കുകയാണ് ഗോപാലകൃഷ്ണനെ, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ. ഗോപാലകൃഷ്ണൻ ഒരു വർഷം മുമ്പാണ് ജി സുധാകരനെ വന്ന് കണ്ടത്. എന്നിട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് അടുത്ത കാലത്താണ് പോയി കണ്ടത് എന്ന്. ഒരു മണിക്കൂറോളം ജി സുധാകരനുമായും ഭാര്യയുമായും സംസാരിച്ചു എന്ന്. അവരുടെ മനസ്സ് BJPയോടൊപ്പമാണ് എന്ന്. ആ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. KC വേണുഗോപാൽ ജി സുധാകരനെ സന്ദർശിച്ചതിനെക്കുറിച്ച് വലിയ വാർത്തകൾ വന്നു കേരളത്തിൽ. ജി സുധാകരനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ വേണ്ടി. ജി സുധാകരനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നത് എന്തിനാണ്? ഇതാ CPM-കാർ മുഴുവൻ, CPM-ന്റെ മുതിർന്ന നേതാവായ ജി സുധാകരൻ ഉൾപ്പെടെ BJPയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു, അതല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. CPM ഇതാ തകരാൻ പോകുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുക, അതാണ് ഈ വാർത്തയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നതാണ് വസ്തുത. ഏതായാലും ജി സുധാകരൻ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു പൊതുവേദിയിൽ വെച്ച് കൃത്യമായും മറുപടി പറയുന്നു രണ്ട് വിഷയങ്ങൾക്കും. അത് കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ള മറുപടിയാണ്. കേരളത്തിലെ പുതുതലമുറ മാധ്യമ പ്രവർത്തകരോടാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല എന്ന്, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന്. ഇനിയെങ്കിലും ജി സുധാകരനെ ഇങ്ങനെ വേട്ടയാടുന്നതിന് മുമ്പ് 1000 വട്ടം ആലോചിക്കണം. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് ജി സുധാകരനാണ് എന്നതുകൊണ്ട് തന്നെ ജി സുധാകരനെ അറിയുന്നവർക്ക് അത് ഉറപ്പിച്ച് പറയാൻ കഴിയും. ജി സുധാകരൻ ഒരിക്കലും CPM വിട്ട് എങ്ങോട്ടും പോകില്ല എന്ന്. അത് അദ്ദേഹത്തെ അറിയുന്നവർക്ക് നന്നായി അറിയാം. പക്ഷേ പുതുതലമുറ മാധ്യമപ്രവർത്തകർക്ക് ജി സുധാകരനും കേവലം ഒരു CPM നേതാവ് മാത്രമാണ്. അങ്ങനെ കാണുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പുതുതലമുറ മാധ്യമപ്രവർത്തകർ ജി സുധാകരൻ്റെ ജീവിതം, ചരിത്രം ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും.